എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. അത് ആരുടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പുള്ളിക്കാരത്തി ഇത്തിരി ദേഷ്യത്തിലാണ്. കാരണം നമ്മുടെ ലസിത പാലയ്ക്കൽ എന്ന് പറയുന്ന വിഷയത്തെ നിങ്ങളെല്ലാവരും അറിയുന്നതാണല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവ് ഈ പറയുന്ന നമ്മുടെ പുള്ളിക്കാരത്തിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ലൈവ് വന്നത്. അപ്പോൾ ആ ലൈവിനുള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതില്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ അല്ല ഓഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് ഒരു വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഗുരുവായൂരപ്പന ഒരു 4-5 ആൾക്കാർ കൂടി നിൽക്കുമ്പോഴും ഓല മുമ്പിൽ അടിയറവ് വെച്ചിട്ട് വരയ്ക്കണമെന്ന്. അപ്പോ ഞാൻ വര തുടങ്ങിയിട്ട് 13 വർഷത്തോളായി, 12-13 വർഷത്തോളായി. ഞാൻ ഇന്നാള് പറയുന്ന കേട്ടു 11 വർഷമൊന്നും, 2 വർഷം പെട്ടെന്ന് പ്രസവിച്ചതാണെന്ന് തോന്നുന്നു. എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് ഗുരുവായൂരപ്പനെ വരയ്ക്കാൻ അറിയാമെന്നുള്ളത്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്കറിയാതെ ഉണ്ണിക്കണ്ണനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വരയ്ക്കാൻ നിങ്ങൾ വരൂ, ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഉണ്ണിക്കണ്ണനും ഗുരുവായൂരപ്പനും രണ്ടാണോ? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉണ്ണിക്കണ്ണനും ഗുരുവായൂരപ്പനും രണ്ടാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇനി ഇസ്ലാം മതത്തിൽ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങളുടെ മതവിഭാഗത്തിൽ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ഒരു പ്രവാചകനോ ദൈവമോ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവർ പറയുന്നുണ്ട് ഗുരുവായൂരപ്പനെ അല്ല അവർ വരയ്ക്കുന്നത്, അവർ ഉണ്ണിക്കണ്ണനെയാണ് വരയ്ക്കുന്നതെന്നാണ് പറയുന്നത്. ഉണ്ണിക്കണ്ണൻ ആരാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്കറിയില്ല. നമ്മുടെ ആ ഒരു കണക്കിലാണെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ എന്നാണ് നമ്മളുടെ വിശ്വാസം. പിന്നെ ഇവിടെ ചിലർക്കൊക്കെ ഹിന്ദുക്കളെക്കാളേറെ നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയൊക്കെ കുറിച്ച് ഭയങ്കര അറിവാണ്, ഭയങ്കര പാണ്ഡിത്യമാണ്. അപ്പോൾ പിന്നെ അവരുമായിട്ട് തർക്കിക്കുന്നതും ശരിയല്ല. എന്തായാലും ഉണ്ണിക്കണ്ണനെ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ കേട്ടോ. നിങ്ങൾ പറയും ഇത് എനിക്ക് എവിടോ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയതാണ്, അങ്ങനെ ആവട്ടെ. നിങ്ങൾ ആരും എന്നോട് ഫോട്ടോ മേടിക്കുന്നില്ലല്ലോ, നിങ്ങളോട് ആരോടും ഞാൻ ഫോട്ടോ മേടിക്കാൻ പറഞ്ഞിട്ടുമില്ലല്ലോ. പിന്നെ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ട് പിന്നെ 1 ലക്ഷവും 2 ലക്ഷവും 50,000വും 5,000വും ഒക്കെ രൂപ കൊടുത്ത് 150 രൂപ അല്ലെങ്കിൽ 500 രൂപ വില പോലും വരാത്ത ഫോട്ടോ മേടിക്കാൻ ഇവിടെ ബാക്കിയുള്ളവർക്ക് വാദമല്ലേ? ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിലോ സാധാരണ ഒരു സ്റ്റോളിലോ ചെന്ന് കഴിഞ്ഞാൽ തുച്ഛമായ വിലയ്ക്ക് നല്ല സൂപ്പറായിട്ട് നമ്മുടെ മുന്നിൽ ഭഗവാൻ തന്നെയാണ് വന്ന് അവതരിച്ച് നിൽക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഫോട്ടോസുകൾ നമ്മൾക്ക് കിട്ടുമ്പോൾ ഇത്രയും പണം ചിലവാക്കി ഫോട്ടോ മേടിക്കാൻ മാത്രം മണ്ടരൊന്നും അല്ല നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലരൊക്കെ ഉണ്ട്, അവരെയൊന്നും കൂട്ടുന്നില്ല. സാധാരണ മനുഷ്യർക്കാർക്കും അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റില്ല. ടെൻഷൻ. ഞാൻ ഈ ഫോട്ടോ വായിച്ചു വെക്കുന്നത്, ഇനി കോപ്പി ആയിക്കോട്ടെ, കോപ്പിയാണ്, സമ്മതിച്ച്. നിങ്ങൾക്ക് അതല്ലേ വേണ്ടത്? അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. കോപ്പിയാ, ഞാൻ ഇത് കോപ്പി എടുത്തിട്ട് വരച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വാങ്ങുക എന്ന് പറയുന്നുണ്ടോ? നിങ്ങളോട് ആരോടെങ്കിലും വാങ്ങുന്ന പറയുന്നുണ്ടോ? എല്ലാരും വാങ്ങുന്ന പറഞ്ഞാൽ നമ്മളാരും വാങ്ങില്ല മോളെ. നമുക്കാർക്കും വാങ്ങിക്കാൻ തോന്നില്ല. കാരണം നമ്മുടെയൊക്കെ പൂജാമുറിയിൽ ഇരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ കണ്ടാലുണ്ടല്ലോ, താൻ പോലും കണ്ടിട്ടുണ്ടാവില്ല അത്രയും നല്ല ഫോട്ടോകൾ. ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്നു, ഞാനും ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്നു. ഞാൻ വരയ്ക്കുന്നത് അത് കറക്റ്റാണ് സഹോദരി പറഞ്ഞത്. നമ്മൾ തൊഴിലെടുത്ത് ജീവിക്കുന്നു, അവരും ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്നു. അവർക്കുള്ള തൊഴിലാണ് ഉണ്ണിക്കണ്ണനെ വരയ്ക്കുന്നു എന്നത്. ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അവരുടെ ഏതെങ്കിലും ഒരു പ്രവാചകനായ ഉണ്ണിക്കണ്ണൻ ഹാജിയാരെ ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. കണ്ണനെയാണ്
ഗുരുവായൂരപ്പനെയല്ല. ഗുരുവായൂരപ്പനെ ജീവിതത്തിൽ ഞാൻ വരച്ചു നോക്കിയിട്ടേ ഇല്ല. വേറെ കുറച്ച് ഉണ്ണിക്കണ്ണന്മാരെങ്കിലും ഞാൻ വരച്ചു നോക്കിയിട്ടുണ്ട്. ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനല്ലെന്ന്. ഗുരുവായൂരപ്പനെ അവർ വരച്ച് നോക്കിയിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഇവർ വരയ്ക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലും മുസ്ലിം സഹോദരങ്ങളാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പിന്നെ ഏതാണ് ഈ ഉണ്ണിക്കണ്ണൻ, ഈ കുട്ടി വരയ്ക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. നിങ്ങൾക്കിനി ഉണ്ണിക്കണ്ണൻ എന്ന പേരിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് വെളിപ്പെടുത്തണം. ഇനി ഇത് ഏതെങ്കിലും ഒരു ഉണ്ണിക്കണ്ണൻ ഹാജിയാരാണെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞേക്കണം. നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കില്ലേ? ഈ ഉണ്ണിക്കണ്ണൻ എന്നൊക്കെയുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഗുരുവായൂരപ്പനെയാണ് ഓർമ്മ വരുന്നത്. അപ്പം ഗുരുവായൂരപ്പനെ ഞാൻ ഇന്ന് വരെ വരച്ചിട്ടില്ല, എനിക്ക് വരയ്ക്കാനായിട്ട് അറിയില്ല. ഇനിയിപ്പം ഞാൻ ഗുരുവായൂരപ്പനെ വരയ്ക്കണമെങ്കിൽ എൻ്റെ പൊന്നു മോളെ, നീ ഈ ജന്മം വിചാരിച്ചാലൊന്നും പറ്റില്ല. അതിൽ നിന്നെ ഞങ്ങളെല്ലാം വെല്ലുവിളിക്കുന്ന കാര്യമാണ്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു വികാരമാണ്. അത് മനസ്സിൽ നിന്നാണ് വരേണ്ടത്. കോപ്പിയാണ് എന്ന് നിങ്ങൾ കൂട്ടിക്കോളി. നിങ്ങൾക്ക് എന്താ അത്ര വിഷയം? ഞാനിത് വരച്ചെങ്ങാനും ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് എന്താ നിങ്ങൾക്കുള്ള വിഷയം? നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്നോ? ലസിതേ, ഈ ഫോട്ടോ ഒന്ന് നീ ഏറ്റെടുക്കണം, ഇത് നീ എന്നോട് മേടിക്കുക എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നോ? അല്ലെ സരിതാപിള്ളന്റെ വീട്ടിലേക്ക് വന്നോ? സരിതാപിള്ള അടുത്ത അല്ല, അതവരൊക്കെ പറയുന്നതിൽ വലിയ തെറ്റൊന്നും പറയാനില്ല. കാരണം താങ്കൾ വരയ്ക്കുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പറയേണ്ട കാര്യമില്ല. കാരണം ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇവർ വരയ്ക്കുന്നത് ഗുരുവായൂരപ്പനെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു പ്രവാചകനായ ഉണ്ണിക്കണ്ണനെ വരയ്ക്കുന്നതിൽ ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല. അവർ വരച്ചോട്ടെ. അവരുടെ പ്രവാചകനായ അല്ലെങ്കിൽ അവരുടെ ഉസ്താദായ, ചിലപ്പോൾ ഉസ്താദ് ഉണ്ണിക്കണ്ണനായിരിക്കും കേട്ടോ. ഉസ്താദ് ഉണ്ണിക്കണ്ണനെ വരയ്ക്കുന്നതിൽ നമ്മൾ ഒരു കുറ്റവും പറയില്ല. നിങ്ങൾ വരച്ചോളി, നിങ്ങൾ എത്ര വേണേലും വരച്ചോളി. ലൈവ് ഇടൂന്ന് പറഞ്ഞു നിന്നതാണ് എന്ത് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ കോപ്പി ആണെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടോ? ഇത് വാങ്ങുന്ന ആൾക്കാർക്ക് ഇല്ലാത്ത വിഷയം നിങ്ങൾക്ക് എന്തിനാണ്? ചോദിക്കട്ടെ. ഞാൻ വരയ്ക്കുന്നു, ഞാനത് സെയിൽ ചെയ്യുന്നു, ഞാനത് കാർബൺ കോപ്പിയോ ഇനി എനിക്ക് വേറെ ആരോ വരച്ചു തരേ ആയിക്കോട്ടെ, കുഴപ്പമില്ലാലോ. വിറ്റു പോകുന്നുണ്ടല്ലോ, ഞാൻ എന്റെ കുടുംബം ജീവിച്ച് പോകുന്നുണ്ടല്ലോ. നിങ്ങളുടെ ആരുടെയും മുമ്പിലേക്ക് വന്ന് കൈ നീട്ടുന്നില്ലാലോ. അത് നോക്കിയാ പോരെ നിങ്ങൾക്ക്? നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ കൈ നീട്ടിയിരിക്കോ? എനിക്ക് ഒരു നേരത്തെ ആഹാരം അതൊരു കാര്യമുണ്ട്. നമ്മളുടെ വിശ്വാസത്തിലുള്ള നമ്മളുടെ ഈശ്വരനെ പ്രോഡക്റ്റായിട്ട് കൊണ്ടു കിടക്കുമ്പോൾ പലരും വിമർശിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ്. അയ്യോ എനിക്കൊരു തെറ്റ് പറ്റി കേട്ടോ, സോറി, എന്നോട് ക്ഷമിക്കുക. അവർ പറഞ്ഞു കഴിഞ്ഞു, അവർ വരയ്ക്കുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണനെ അല്ല, നമ്മുടെ ഗുരുവായൂരപ്പനെ അല്ല വരയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവർ വരയ്ക്കുന്നത് ഒരു ഉണ്ണിക്കണ്ണൻ ഹാജിയാരെയാണെന്ന് തോന്നുന്നു. അതെ, ഇനി ഏതെങ്കിലും ഒരു ഉണ്ണിക്കണ്ണൻ മൊയ്ലിയാരെയാണോ എന്തോ എനിക്കറിയില്ല. ഇനി ഞാനീ പറഞ്ഞത് കേട്ടിട്ട് ഒരു മുസ്ലിം സഹോദരങ്ങൾക്കും എന്നോടൊരു വിരോധം തോന്നരുത്. കാരണം അവർ പറഞ്ഞത് നിങ്ങളും കേട്ടതാണ്, അവർ വരയ്ക്കുന്നത് നമ്മുടെ ഗുരുവായൂരപ്പനെ അല്ലെന്ന്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ അല്ലാണ്ട് വേറെ എന്താ സഹോദരങ്ങളെ പറയേണ്ടത്? എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ. അപ്പം എനിക്ക് എന്റെ കണ്ണനെ വരയ്ക്കാൻ അറിയാം. അത് ഇനി കോപ്പിയാണ്, കോപ്പി ഞാൻ അംഗീകരിച്ചു തന്നു, കോപ്പിയാണ്. എന്തെങ്കിലും വിഷയമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? രസിതാ പാലക്കലിന് എന്തെങ്കിലും വിഷയമുണ്ടോ? അറിയാൻ മേല. പിന്നെ പറയാൻ വിട്ടുപോയി, വ്യവസായിന്റെ കുറെ വോയിസ് ഉണ്ട് എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ വെല്ലുവിളിക്കുക, നീ പുറത്തു വിടാത്. നിന്റെ പേർക്ക് കേസ് വരുമെന്നല്ലേ ഉള്ളത്? നീ വ്യവസായിന്റെ വോയിസ് ഉണ്ടെങ്കിൽ പുറത്തു വിട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഏതോ ബസ് കയറിയിട്ട് സീറ്റ് വേണം, സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ ആ ബസ് ഡ്രൈവറി ഒന്ന് അല്ലെ ബസിന്റെ റൂട്ടും ഒന്ന് പറഞ്ഞതാ. ഇന്നലെ ഞാൻ മറ്റേ വെളോട് പറഞ്ഞതിന്റെ അതിൽ ഡാഡിക്ക് പറഞ്ഞോളാണെങ്കിൽ. ഇനി മൂന്നാമത്തെ കാര്യം, എന്റെ വാപ്പയുടെ ഓട്ടോറിക്ഷന്റെ മുകളിൽ ഒരാഴ്ചത്തേക്കാണോ അല്ലെ ആ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചത്. കന്റെ ഡോടി പൂനൂര് വന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പുനൂരൊക്കെ കുറെ ആൾക്കാരുണ്ടല്ലോ, എന്നെ കുറിച്ച് കുറെ വീഡിയോസും കുറെ ന്യൂസുകളും കുറെ കാര്യങ്ങളും ഉണ്ടല്ലോ. അത് പുറത്ത് വിട്. എന്താ ഇത്ര മടി? എന്തിനാ മടിക്കുന്നത്? പുറത്ത് വിടി. നിങ്ങൾ വിടുകയാണ് ചെയ്യേണ്ടത്. എന്താ നിങ്ങൾ ആരും പുറത്തു വിടാണ്ട്? നിന്നെ പോലെ തന്നെ ഒരു പെണ്ണാ ഞാന്. പക്ഷെ ഈ അന്ന് ന്യൂസും മറ്റേ വീഡിയോയും ലൈവൊക്കെ ഇടുമ്പോ നിനക്ക് അന്ന് ബാലാമണി താത്ത എന്ന് പറയുമ്പോ അന്ന് ഞാനൊരു പെണ്ണല്ലായിരുന്നു.
ഇപ്പോഴാണോ ഞാനൊരു പെണ്ണായി നിനക്ക് തോന്നുന്നത്? അന്ന് എന്റെ 2 കുഞ്ഞുങ്ങളെ നിനക്ക് ഓർമ്മയില്ല, ഇനിയിപ്പ നിനക്ക് ഓർമ്മയായി തുടങ്ങിയത്? ഇതൊക്കെ എത്രയോ വ്യവസായിന്റെ അകത്തും പിന്നെ എന്തോ ചാറ്റും ഡീറ്റെയിൽസും എന്റെ വോയിസും എന്റെ ഭർത്താവിന്റെ വോയിസും ഒക്കെ ഉണ്ടോലെ. ഭർത്താവിന്റെ വോയിസ് ഒന്നും പുറത്തു വിട്. അതൊക്കെ ചെയ്ത് കാണിക്കി. ആയിക്കോട്ടെ, ഇനിയിപ്പൊ നിങ്ങക്ക് ഞാനിതാ കോപ്പിയാണ്, സമ്മതിച്ചു. ഞാൻ നിന്റെ ഒന്നും വീട്ടിലേക്ക് വന്നിട്ടില്ല, എനിക്ക് ഗുരുവായൂരപ്പനെ വരയ്ക്കാന്ന് പറഞ്ഞോടാ. പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾക്കൊക്കെ അതാണല്ലോ വേണ്ടിയത്. നിങ്ങൾ അംഗീകരിച്ചല്ലോ. ഞാൻ 1000ന്റെ പുറത്ത് ഫോട്ടോസ് വിറ്റ് പോയിട്ടുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ പ്രശ്നം ഇപ്പൊ തീർന്നല്ലോ. നിന്റെയൊക്കെ മുമ്പില് അടിയറവ് വെച്ചിങ്ങാന് അടിയനെ പോലെ നിൽക്കേണ്ടി വന്നാല് അന്ന് കാണിച്ച ആത്മഹത്യാ ശ്രമമായിരിക്കൂല, കഴുത്തറുത്താണ് ഞാന്. അത്രക്ക് എനിക്ക് ഇതേപോലുള്ള തരം താന്ന അത്രക്ക് തന്നെ പറയണം. അങ്ങനത്തെ ഉള്ള ഒരു പെണ്ണിന്റെ മുമ്പിൽ വന്നിട്ട് അടിയറവ് വെക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. നിങ്ങൾക്ക് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് തിരിച്ച് വെല്ലുവിളിക്കാൻ വന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മാങ്ങാന്ന് പറയുമ്പോ ചക്കാന്നല്ല പറയണ്ടേ. ഞാൻ ചോദിച്ച ചോദ്യം എന്റെ പേരിൽ കേസ് ഉണ്ടേ കൊണ്ടുവരാന്. അവർക്ക് കുടുംബം ഉണ്ടായിരിക്കും, കുടുംബം ഉണ്ടായിക്കോട്ടെ. കുടുംബം ഉള്ളവരെ തന്നെയാ ഞാൻ നശിപ്പിച്ചത്. ഓരോട് നാ മുഖം മറിച്ചിട്ട് വരാൻ പറ, ഓരോട് പറ പുറം തിരിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറയാൻ പറ. അങ്ങനെ ഒരാളെ കൊണ്ടുവരി. അങ്ങനെ ചെയ്യൂല നിങ്ങൾക്ക്? ഇനി അങ്ങനെ ഒരാൾ വരട്ടെ. പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞത്, ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യം, എനിക്ക് ഗുരുവായൂരപ്പനെ വരയ്ക്കാൻ അറിയില്ല. ഗുരുവായൂരപ്പൻ എന്ന് സത്യമാണത്. എനിക്ക് അറിയാതെ എന്റെ കണ്ണനെ വരയ്ക്കാനാണ്. അത് ഞാൻ അതാണ്. ഇനി ഈ കുട്ടിയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടി തന്നെ നമ്മളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ആ കുട്ടിക്ക് ഗുരുവായൂരപ്പനെ വരയ്ക്കാൻ അറിയില്ല, സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പനെ വരയ്ക്കാൻ അറിയില്ല. അവർ വരയ്ക്കുന്നത് ഏതോ ഒരു കണ്ണൻ ഹാജിയാരെയാണ്, അഥവാ ഒരു കണ്ണൻ കോയയെയാണ്, അല്ലെങ്കിൽ ഒരു കണ്ണൻ മുസ്തഫയെയാണ്, അല്ലെങ്കിൽ ഏതോ ഒരു കണ്ണൻ ഉസ്താദിനെ, അങ്ങനെ ആരെയോ ആണ് ഇവർ വരയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു പ്രശ്നവും തോന്നേണ്ട ഒരു കാര്യമില്ല. ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ സഹോദരങ്ങളെ ആരെയും ഞാൻ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ ഇവർ പറയുന്നതിന് ഈ ഒരു മറുപടി അല്ലാതെ വേറെ എന്ത് ഞാൻ കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ഞാൻ നിങ്ങളെ ആരെയും ഒരിക്കലും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു പ്രയോഗം പറഞ്ഞത്. ആരും തെറ്റിദ്ധരിക്കരുത് എന്നെനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. ഇതിൽ കൂടുതലായിട്ടൊരു മറുപടി എനിക്ക് പറയാനായിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, ഇങ്ങനെ പറയുന്നൊരു പെണ്ണിനോട് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങളോടും നന്ദി, നമസ്തേ.